എന്റെ ഈശ്വര, ഇത് ഞാൻ പലപ്പോഴും നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷേ അന്നൊക്കെ ഞാനത് കൺട്രോൾ ചെയ്തു. അയ്യോ, ഇന്ന് ശീതളിൽ നിന്നും ഈ വാക്കുകൾ അറന്നു വീണപ്പോ എന്റെ ക്ലേശമൊക്കെ മാറി. മോള് സമാധാനമായിട്ട് അകത്തേക്ക് പോയിക്കോ. ഒടുക്കത്തൊരു ക്ലേശ. അച്ഛാ അച്ഛാ അച്ഛാ, ബഹുത്ത് അച്ഛാ. നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ. എടി മൂദേവി. ഓ ദൈവം, എന്റെ മാനം കപ്പലേറി. അതുകൊണ്ട് ഭൂമി കുലുക്കം ഉണ്ടായെന്ന് പറഞ്ഞാലും ഞാൻ എന്റെ സരോയത്തെ വിട്ട് എങ്ങും പോവില്ല. എനിക്ക് വിശ്വാസമില്ല. എന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഒരു കത്തെങ്കിലും അയക്കില്ലായിരുന്നു. നീ എന്ത് മണ്ടത്തൊരു പറയണ? കത്തൊക്കെ എന്നാടി ഉണ്ടായത്? ഈ കത്ത് കണ്ടുപിടിക്കുന്നതിന് മുമ്പും മനുഷ്യർ പ്രേമിച്ചിരുന്നില്ലേ? യു ഗോട്ട് മീ? ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചോ? യെസ്, ഐ വിൽ ഡു. എനിക്കത് പഠിക്കേണ്ടി വന്നു. ടു ഐസ്ക്രീം ഗിവൻ ഗിവ്സ് ഗിവ്. ഓക്കെ. ഒരു ഇന്റർവ്യൂവിന് ശേഷം നമ്മുടെ പ്രണയം വീണ്ടും തുടങ്ങിയല്ലേ? നിന്റെ പിണക്കൊക്കെ ഒരു ഐസ്ക്രീം പോലെ ആയാലും ഞാൻ ഇല്ലാതാവട്ടെ. എന്തോ 10 രൂപയെ. 10 അർത്ഥം. എന്റെ അമ്മേ, അങ്ങനെ അർത്ഥം. ഒരു ഐസ്ക്രീം. ഗോപൻ ഗോപൻ. സമാധാനമായിട്ടൊന്ന് പ്രേമിക്കാനും സമ്മതിക്കില്ല. നമ്മളെ കണ്ടോ? ആ, ഇതെന്താണ് ഇവിടെ? പച്ചക്കറി വാങ്ങാൻ. പച്ചക്കറി മേടിക്കാൻ ഇവിടെയാ? അല്ല, ഐസ്ക്രീം. ആ വായിക്കോളാ. ഇതാരാ അച്ഛനാ? ആ, പക്ഷെ ഇയാളെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. എന്നെ കണ്ടുപരിചയമുണ്ടാവാൻ സാധ്യതയില്ല. എന്താ? താൻ നിൽക്കുമ്പോ 20 മനുഷ്യനെ പരിചയപ്പെട്ടിട്ടുണ്ടോ? അതില്ല, പക്ഷെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എന്താ ഇയാളുടെ പേര്? ഐസ്. ഐസാ? ഐസക്. ഐസ് പോട്ട് പറഞ്ഞ സ്നോസപ്പൻ മകൻ ഐസക്. ആ, ഇയാള് വീട്ടിലേക്കല്ലേ? കേറ്. വേണ്ട, ഗോപൻ പൊക്കോ. കേറോ? ആ, കേറ് കേറ്. ഏയ്. ഐസ്ക്രീം ഒക്കെ തന്നെ പീഡിപ്പിക്കുന്ന കാല. വേഗം കഴിക്കോ. ഇതെന്താ സാറേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങ് വാ. വണ്ടിയും കൊണ്ട് വന്നവൻ പെണ്ണും കൊണ്ട് പോയി. തൽക്കാലം അത്ര മനസ്സിലാക്കുക. ഇവിടെ അടുത്ത് അമ്പലക്കുളം ഉണ്ടാ? എന്തിനാ? ഒന്ന് സർവീസ് ചെയ്യാനാ. ഞാൻ വിളിപ്പിത്തരാം അങ്കിൾ. ഓ മൈ ഗോഡ്, ഇന്നും കഞ്ഞിയാ? എന്നാ ഇവിടെ കഞ്ഞിയല്ലാത്ത? ഇവിടെ എന്നും കഞ്ഞിയല്ലേ? വാട്ട് എ നോൺസെൻസ്. എന്തെങ്കിലും ചിക്കനും മട്ടനും വെച്ചുകൂടാ? ചിക്കനും മട്ടനും ഇവിടെ ഫ്രിഡ്ജിൽ തൂങ്ങി. ആ, അത് മതി. അതെടുത്ത് വെച്ചാ മതിയായിരുന്നല്ലോ. മേടിച്ചു വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് കയ്യിൽ കാശ്. അതെന്റെ അടുത്ത് പറഞ്ഞാ പോരെ, ഞാൻ മേടിച്ചു തരില്ലേ. നാട്ടിക്കല്ലേ. വാങ്ങിയ മാത്രം പോരല്ലോ, അത് ഉണ്ടാക്കി തരാൻ ആരെങ്കിലും വേണ്ടേ? ഇവിടെ പെയിൻ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നുണ്ടല്ലോ. അവരെന്താ അടുക്കള കയറി കൈ തഞ്ഞു പോവോ? എനിക്കിത് കഞ്ഞി വേണ്ട. എനിക്ക് എന്തായാലും കഞ്ഞി ഇഷ്ടാ. അങ്കിളെ, നമുക്ക് കഴിക്കാം. അതങ്ങനെയാ, കഞ്ഞികൾക്ക് കഞ്ഞിയല്ലേ ചേരൂ. കുടിക്ക് കുടിക്ക്. സൊമാലിയെന്ന് കെട്ടിയെടുത്തതാ. അച്ഛാ, എനിക്കിത് കഞ്ഞി വേണ്ടാന്ന്. വേണ്ടെങ്കിൽ വേണ്ട, പോയി കിടന്നുറങ്ങണ. അച്ഛാ, ഞാൻ പട്ടിണി കിടന്നുറങ്ങും. ഒരു ദിവസം പട്ടിണി കിടന്നുകൊണ്ട് ചാവൊന്നുമില്ല. എന്നെ നിർബന്ധിക്കേണ്ട. എനിക്ക് വേണ്ട വേണ്ട വേണ്ട. ആ വേണ്ട മോളെ, നമുക്ക് രണ്ടാൾക്കും കൂടി ഇത് പകുതി പകുതി ഉണ്ടാക്കണ്ട. എന്റെ കഞ്ഞി ഇങ്ങനെ. ആ, ഇങ്ങനെ വിട്ടാ ശരിയാവില്ലോ. ഓ, ഈ അച്ഛനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ, ലൈസൻസ് ഇല്ലാതെ വണ്ടി എടുക്കരുന്ന്. അയ്യോ മുടി. ഈ അച്ഛനൊരു ഒരുപാട് വളർന്നു. വിടില്ല, ഞാൻ വിടില്ല. മുമ്പിൽ വണ്ടി കൊന്നാലും ഞാൻ മാറില്ല. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട. നീ എന്താണ് ഇങ്ങോട്ട് പറയാൻ പോണത്? ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഇതെന്നും പറയുന്ന പോലെ നാളെ തരാന്നല്ല, മറ്റന്നാ തരാന്നായിരിക്കും. അതല്ല. നീ ഇങ്ങോട്ട് എന്നെ ചതിക്കല്ലേ. ചതിച്ചത് നീയാടാ. ഞാൻ ഈ വണ്ടി നിനക്ക് വാടകയ്ക്ക് എന്നതേ എനിക്ക് പുണ്യം കിട്ടാൻ വേണ്ടിട്ടല്ല, വാടക കിട്ടാനാ. ഇനി കുടിശ്ശിക കംപ്ലീറ്റ് കിട്ടിയിട്ടേ ഞാൻ ഈ വണ്ടി നിനക്ക് തരുന്നുള്ളൂ. ഈ പീതാംബര ചേട്ടൻ ഒരു കാര്യം ഇത് കണ്ട് വെളുക്കാൻ വെച്ചത് പാണ്ടായെന്ന് കേട്ടിട്ടേ ഉള്ളു. പക്ഷെ ഇപ്പൊ കണ്ട്. അതല്ല, ഞാൻ ഷേവ് ചെയ്തോണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ബാങ്കിൽ പോയി പൈസ എടുത്ത് പീതാംബര ചേട്ടന്റെ വീട്ടിലേക്ക് വരുന്നില്ലേ? ആ, പിന്നെ നീ വരും. നിന്നെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. വിശ്വാസമില്ല. ചേട്ടൻ തന്നെ ഇങ്ങനെ പറയണം. ചേട്ടാ, ചേട്ടന് തരാനുള്ള കാശ് തരാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ഇന്നലെ രാത്രി ഒരു കഷ്ണം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. അവസാനം തരാന്ന് വിചാരിച്ചപ്പോ എന്റെ വിശ്വാസമില്ലല്ലേ. അയ്യോ, എന്റെ ഷേവിംഗ് ക്രീം വെറുതെ വേസ്റ്റായി. ചേട്ടാ, ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. ചേട്ടൻ വേണമെങ്കിൽ വണ്ടി കൊണ്ടുവെക്കോ, പക്ഷെ എന്നാലും തരാനുള്ള കാശി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ വീട്ടിലെത്തിച്ചിരിക്കും. അതാണ് ഏട്ടാ ഗോപൻ. ബൈ. പുറകെ വിളിക്കണേ. യെസ് പീതാംബരേട്ടാ. നീ പറഞ്ഞ സത്യമാണോടാ? അല്ല നോണ. ചേട്ടൻ വേണമെങ്കിൽ വണ്ടി കൊണ്ടുവെക്കോ. എടാ, എനിക്ക് വണ്ടി കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല. ഇനി ഞാൻ നിന്റെ പുറകെ നടന്ന എന്റെ ഈ കാലിന് കൂടെ സ്വാധീനം ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഇന്ന് തന്നെ കാശ് കൊണ്ടുവന്ന് തരണം. വണ്ടി എടുത്തോണ്ട് പോയിക്കോ. താങ്ക് യു. അതെ, ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട വേണ്ട. ഈ വടി ഉള്ളിടത്തോളം കാലം ഞാൻ നിന്നെക്കാളൊക്കെ നല്ല അസരായിട്ട് ഇങ്ങനെ ഡീസന്റ് ആയിട്ട് നടന്നു പോകും. കണ്ട. എനിക്ക് എന്തൊരു തിരക്കാ. ഷെവ് ചെയ്യാൻ പോലും സമയം കിട്ടുന്നില്ല. എനിക്കൊരു 2 ലക്ഷം രൂപ തരാനുള്ള ആളാ.
അല്ലാതെ ഞാൻ കടം മേടിച്ച ആളൊന്നുമല്ല. പാവം, അവധി വേണോ അത്ര? ഞാൻ പറഞ്ഞു ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് മതിയെന്ന്. എനിക്കിപ്പോ എന്തിനാ കാശ്? ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ. ഓ, ചില സമയത്ത് അച്ഛൻ വിളിച്ച കേൾക്കയില്ല. എന്താ അച്ഛൻ വിളിച്ചേ? ഞാൻ വിളിച്ചില്ലല്ലോ. എന്താ വിളിക്കാത്ത? ഗോപൻ എവിടേക്കാ? ടൗണിലേക്കാ? അല്ല, ചുടുകാട്ടിലേക്കാ. എന്താ പറഞ്ഞണ്ടാ? അപ്പൊ അവിടെയാണോ വർക്ക് ചെയ്യുന്നേ? ഓ, ഒരു കെട്ട് കോമഡി ആയിട്ട് ഇറങ്ങിയിരിക്കല്ലേ ചിരിപ്പിച്ചു കൊല്ലാൻ. ഹലോ ഹലോ ഗോപനല്ലേ? ഗോപൻ ഹിയർ. അതെ, പാലിന്റെ കാശ് കിട്ടിയില്ലല്ലോ. ഞാനങ്ങ് വരട്ടെ. അപ്പോയിന്റ്മെന്റോ? സോറി ഐ ആം വെരി ബിസി ടുഡേ. എന്ത് ബിസി ആണെങ്കിലും കാശ് നീട്ടണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മിസ്റ്റർ? ഇന്ന് തന്നെ എനിക്ക് 3 കോൺഫറൻസ് വേറെ ഉണ്ട്. യു നോ ദാറ്റ്. ഞാനങ്ങ് വന്നാണ്ടല്ല, നിന്റെ 3 കോൺഫറൻസും കലക്കും. ഓ, 3 മണി. ആവട്ടെ. അയ്യോ, ഹലോ, എന്താ? എന്തെന്നാ അങ്ങോട്ട് ഇറങ്ങിയേ? ഇറങ്ങാനോ? ഇറങ്ങാൻ. ഇതേ കുറച്ച് അന്തസ്സും അഭിമാനമുള്ളവർക്ക് യാത്ര ചെയ്യാനുള്ള വെഹിക്കിളാണ്. അപ്പൊ താ യാത്ര ചെയ്യുന്നതോ? അച്ഛാ, ഞാൻ പോയിട്ട് വരാട്ടാ. നീ വേഗം ഒട്ടിച്ചേ, ഇത് കഴിഞ്ഞിട്ടേ ഒരു പണിയില്ല. അത് നിനക്കല്ലേ കേട്ടോ. എന്താ ഗോപാ, ഇന്നെന്താ കുരിശ്? നാളെ ഹർത്താലല്ലേ? എന്താ കാര്യം? ചേട്ടാ പത്രമൊന്നും വായിക്കാറില്ലേ? കിണറ് താഴെയല്ലേ? ഒട്ടിക്കാണേ. ഓ, ഒട്ടിക്ക് മുടിഞ്ഞൊരു ഹർത്താല്. ഇതുപോലെ ഹർത്താൽ വന്നാലും നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ചേട്ടാ. എന്താടാ? ഒന്നുമില്ലടാ, അവന്റെ ഒരു നമ്പറേ. ഒന്ന് ചാടി നിക്കണ. ഹലോ, നമസ്കാരം. ഗോപനോട് ഉണ്ടട്ടാ. അത് ഗോപനല്ല, എനിക്ക് ആള് മാറിയതാ. എവിടെ ചെന്നാലും മോനെ, എവിടെ പോകുന്നു? സാർ, ഞാൻ കാലിന് ഇഞ്ചക്ഷൻ ചെയ്യാൻ പോയിട്ട് വാ. കാലിന് വേറെ കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ വേറെ വിശേഷമൊന്നുമില്ല സാർ. താങ്ക് യു സാർ. നടപ്പ് കണ്ട വികലാംഗനാണെന്ന് പറയത്തേ ഇല്ല. ഇവനിതുവരെ പോയില്ലേ? അവൾ ഉറങ്ങിയിട്ട് പോകാനിരിക്കണേ. അവളോട് പോയി പണി നോക്കാൻ പറടാ. എടാ, നമ്മൾ ഈ ചെയ്യുന്നേ നമ്മുടെ തൊഴിലാ. അതിന് ആരുടെ മുന്നിൽ തല കുനിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലായോ? അതൊക്കെ ശരി തന്നെടാ. പക്ഷെ എന്നാലും നീ വല്ല കളക്ടറാണെന്നോ മറ്റോ പറഞ്ഞോ? എനിക്കങ്ങനെ നുണ പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നല്ല സെറ്റപ്പാന്നൊക്കെ പറഞ്ഞു പോയില്ലേ, അതാ. അത് പറ. അപ്പൊ പിന്നെ ഫേസ് ചെയ്യാൻ അത്യാവശ്യം ചമ്മലൊക്കെ ഉണ്ടാവും, ഇല്ലടാ? പിന്നല്ലാണ്ട് അതൊക്കെ ഞങ്ങളെ കണ്ടുപിടി. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. സൗന്ദര്യമില്ലാത്ത തെണ്ടികൾക്ക് അങ്ങനെ പലതും പറയാം. പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല. ഇത് കരി മാറി നിങ്ങളാണ്. പട്ടികൾക്ക് നടക്കും. അച്ഛാ, ഞാനാ. വാതിൽ തുറക്ക്. ഈ രാത്രിയാണ് അച്ഛൻ തുറക്കുന്നത്. ഈ അച്ഛൻ്റെ ഒരു ഉറക്കം. മണത്ത് കൊള്ളല്ലേ. അയ്യോ അയ്യോ, എന്താ അങ്കിൾ? എന്നെ ആരോ ഇവിടെ കുത്തി. അയ്യേ, ടോർച്ചെടുത്ത വല്ല കള്ളനുമായിരിക്കും. ദൈവമേ, ഒരു കാട്ടിൽ 2 സിൽക്കോ? അങ്കിൾ സ്വപ്നം കണ്ടൊന്നല്ലോ, ശരിക്കും കള്ളം തന്നെയല്ലേ? കള്ളം കുത്തി പോലെ ഒരു കുത്തു വെച്ച് തരും. ഇത് പഠിച്ച കള്ളം തന്നെയാ. വാ.
കക്കാൻ നടക്കണേലും മേധം ഇവനൊക്കെ പോയി ചത്തൂടെ. അവിടെ എന്താ പട്ടി കുറയ്ക്കണേ? അത് കള്ളൻ അങ്ങോട്ട് ചാടിയിട്ടുണ്ടാവും. ആ. എന്താണോ അവിടെ? കള്ളൻ വന്ന് കമ്പ് കൊണ്ട് കുത്തി എന്നിട്ട് ഓടി. ഓ കള്ളൻ എന്റെ തന്ത. കഴിഞ്ഞ ദിവസം ഞാനും കേട്ടതാ കാൽപെരുമാറ്റം. പോലീസിനെ വിളിച്ചാലോ? എന്തിനാ? കള്ളനെ പിടിക്കാനോ? നോ യൂസ് അറ്റ് ആൾ. ഒരു ഗൂർഖയെ വെച്ചേ പറ്റൂ. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. അടുത്ത അസോസിയേഷൻ മീറ്റിംഗില് ഒരു തീരുമാനം എടുക്കണം. മനുഷ്യന്റെ ഉറക്കവും പോയി. വാ മോളെ. അത് ശരി, ചായ ഇടാൻ പറഞ്ഞിട്ട് പ്രൊഡ്യൂസർ ഇതുവരെ എണീറ്റില്ലേ? ഏതാ ഈ സ്റ്റേഷൻ? സ്റ്റേഷനാ? എന്നാ ചായ. അച്ഛാ, ഇന്നലെ രാത്രി ഇവിടെ കള്ളൻ കയറിയോ? ഏതോ ഒരു തന്തയില്ലാത്ത കള്ളൻ ഇന്നലെ ഇവിടെ വന്നു. ആര് പറഞ്ഞു അവൻ തന്തയില്ലാത്ത കള്ളനാണ്? അവൻ തന്തയുള്ള കള്ളൻ തന്നെയാ. അത് നിനക്കെങ്ങനെ അറിയാം? അല്ല, ഏത് കള്ളനെ തന്ത ഇല്ലാത്തത്? നീ ഇന്നലെ എപ്പോഴാ വന്നേ? ഞാൻ ഇന്നലെ കുറച്ച് ലേറ്റ് ആയി. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക് ഉണ്ടായിരുന്നു. എന്ത് വർക്ക് ഉണ്ടായാലും 9 മണിക്ക് മുമ്പ് വീട്ടിലെത്തണം. ഞാൻ ഇന്നലെ ട്രൈ ചെയ്തതാ, പെട്ടുപോയതല്ലേ. ഇന്നലെ എഴുന്നേറ്റില്ലടാ. ആ സാധനം രാവിലെ കെട്ടിയൊരുങ്ങി പോണുണ്ടു. ഇത്ര നേരത്തെ അവൾ എവിടെ പോയതാ? അത് അവള് വരുമ്പോ നീ എന്താ കുതിര കളിക്കാ? ഞാൻ ഒരെണ്ണം അങ്ങട് തന്നാലുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് അങ്കിൾ. മോർണിംഗ്. ഇവിടെ പോയില്ലേ? മോൾ അമ്പലത്തിന്നാ? ഇന്നെന്റെ ബർത്ത്ഡേയാ. ഓ ഹാപ്പി ബർത്ത്ഡേ. പോരെ? ഗോപൻ എവിടെ അങ്കിൾ? മോളിലുണ്ട്. മേളിലേക്ക് വരണത്. ഈ വീട്ടിൽ ഒളിക്കാനും സ്ഥലമില്ലേ? ഗോപ, ഗോപ. അയ്യോ, സമയം 9 ഇറങ്ങാൻ നോക്കട്ടെ. ഗോപ, ഞാൻ ശരിക്കും ബാത്റൂമിൽ പോവാ. ഒളിച്ചിരിക്കാനല്ല. പുറത്താരും വന്നിട്ടില്ല കേട്ടോ. ഓരോ കുരിശുകൾ വരണതേ ഇത് കേറണില്ലേ? എങ്ങോട്ട്? അത് പോണ വഴിക്ക് ഞാൻ പറയാം. തമ്പുരാട്ടി പറയുന്നിടത്തേക്ക് പോയത് ഓട്ടർഷ അല്ല, അങ്ങോട്ട് ഇറങ്ങിയേ. ഞാൻ ഇറങ്ങില്ല. മര്യാദക്ക് ഇറങ്ങിയില്ലെങ്കിൽ പിടിച്ചു വിളിച്ച് താഴേക്കടി ഞാൻ. ഓഹോ, എന്നാ പിന്നെ ഇപ്പൊ തന്നെ കോളനിക്കാരെയൊക്കെ വിളിച്ച് ഇന്നലത്തെ കള്ളന്റെ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്യാം. കള്ളനോ? നോണ പറയാൻ ശ്രമിക്കണ്ട, ഞാൻ കണ്ടു. നോക്കി നിൽക്കാണ്ട് വണ്ടി എടുക്കുക കള്ള. ഒന്ന് പതുക്കെ പോന്നായര്. അതെ, ഒരു സംശയം. ഈ പോസ്റ്റ് ഒട്ടിക്കാൻ പോയ ദിവസം എന്ത് കിട്ടും? കിട്ടും. എന്താ? ചൂടാകുമ്പോ ഗോപനെ കാണാൻ എന്ത് ഭംഗിയാ. ആകെ മൊത്തം ഗോപന്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമായി. പിന്നെ ഇനി ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം. നിന്റെ ഡയലോഗിൽ ഞാൻ വീഴില്ല മോളെ. അയ്യോ, അതെ പറ്റിയൊരാള്. പതുക്കെ പോയിക്കൂടെ? ഭയങ്കര സുഖം.